ഞങ്ങളുടെ നോർത്ത് ഈസ്റ്റ് യാത്രയുടെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതൊരു ട്രാവൽ വീഡിയോ ആണ്. അവിചാരമായി ഞങ്ങൾ ജാർഖണ്ഡിലെ ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെ യാത്ര ചെയ്തപ്പോൾ കണ്ട കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളെല്ലാവരും ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരാണ്. പലപ്പോഴും ഗൂഗിൾ മാപ്പ് നമ്മളെ കുറുക്ക് വഴി കാണിച്ച് നമുക്ക് പണി തരാറുണ്ട്. പക്ഷേ അങ്ങനെ കാണിച്ച വഴി നമുക്ക് അനുഗ്രഹമായി മാറിയ ഒരു യാത്രയായിരുന്നത്. ഛത്തീസ്ഗഡിൽ നിന്ന് റാഞ്ചിയിലേക്കുള്ള യാത്രയാണിത്. നാഷണൽ ഹൈവേ വഴി പോയി ഞങ്ങളെ ഗൂഗിൾ വെച്ച് ദൂരം കുറഞ്ഞ ഷോർട്ട് വഴിയാണെന്നും പറഞ്ഞ് സ്റ്റേറ്റ് ഹൈവേ ആണ് പറഞ്ഞ് കാണിച്ച വഴിയാണിത്. ഒരു ചെക്ക് പോസ്റ്റും ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത ഒരു പക്കാ ഫോറസ്റ്റ് ഏരിയ. പോകുന്ന വഴിയിൽ ഇവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ താമസിക്കുന്ന ഭാഗം കടന്ന് ആണ് നമ്മൾ യാത്ര ചെയ്തത്. ഇവരുടെ വ്യത്യസ്തങ്ങളായ വീടുകളും ജീവിതശൈലികളും നേരിട്ട് കാണാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. ആ ഗോത്രവർഗ്ഗക്കാർ പുറത്തെ ആളുകളോടൊന്നും ഒട്ടും ഫ്രണ്ട്ലി ആയിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അവരുടെ വീഡിയോസ് ഒന്നും എടുക്കാൻ ശ്രമിച്ചില്ല. കൂടുതൽ ആൾക്കാരും നമ്മളോട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. ഈ കാണുന്നതൊക്കെ അവരുടെ വീടുകളാണ്. മണ്ണിലും മരത്തിലും ഓലയിലും പണിത വീടുകളാണ് ഏറ്റവും കൂടുതൽ. ഇവരുടെയൊക്കെ വരുമാന മാർഗം മൊത്തം കൃഷിയാണ്. നെൽകൃഷി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ ഞങ്ങൾക്ക് നേരിൽ കാണാൻ കഴിഞ്ഞു. കുറെ ദൂരം പിന്നിട്ടപ്പോൾ നല്ല തിക്കായിട്ടുള്ള വനപാതയിലൂടെ കടന്നുപോയത്.
നിങ്ങളിപ്പം കാണുന്നത് ഇവിടുത്തെ ഒരു ടൗണാണ്. നമ്മുടെ നാട് പോലെയല്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ടൗൺ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരുപാട് ഷോപ്പുകളും തെക്കും തിരക്കുമായിട്ടുള്ള ഒരു ഇതൊക്കെ അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഒരു അത്യാവശ്യം സാധനങ്ങൾ മാത്രം കിട്ടുന്ന 2-3 കടകൾ മാത്രമേ ഉള്ളൂ. സാധാരണപ്പെട്ട ആൾക്കാരുടെ ജീവിതശൈലിയിൽ ഉള്ളതാണ്. നമ്മൾ ഒരു 20-25 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ നാട്ടിലെ കണ്ടിട്ടുള്ള ഒരു സാധാ രീതിയിലുള്ള ഒരു കാഴ്ചകളാണ് അതൊക്കെ. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട് മാറി, പക്ഷെ ഇവിടെ ഒരു മാറ്റമില്ല. അതാണ് സത്യം. നമ്മൾ ഈ സ്ഥലങ്ങളെ കണ്ടപ്പോൾ നമ്മളൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തണം തോന്നി. അതുകൊണ്ടാണ് നമ്മളിതൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.